ജോർഡൻ്റെ ക്യാപിറ്റലായ അമ്മാനിലുള്ള റോമൻ സിറ്റഡലും അവിടുത്തെ ഷോപ്പിംഗ് സ്ട്രീറ്റ്സൊക്കെ എക്സ്പ്ലോർ ചെയ്ത കഥയാണെന്ന് പറയാൻ പോണത്. തലേ ദിവസം പറഞ്ഞിറങ്ങി നമ്മൾ ഡൗൺ ടൗണിൽ തന്നെയായിരുന്നു താമസം ഉണ്ടായിരുന്നത്. രാവിലെ എണീച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമ്പോഴാണ് എൻ്റെ മുമ്പിൽ ഈ ബേക്കറി കണ്ടത്. മധുരപലഹാരങ്ങൾ പണ്ടേ ഒരു വീക്ക്നെസ്സായ ഞാൻ കുറച്ച് നേരം നോക്കി നിൽക്കും ചെയ്തു. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലുക്കൈമയും കുറച്ച് വാങ്ങി. അടുത്തുള്ളൊരു പോപ്പുലർ റെസ്റ്റോറൻറ്റ് പോയി നല്ല അടിപൊളി ബ്രഞ്ച് കഴിച്ച് ഞങ്ങൾ നേരെ കറങ്ങാനിറങ്ങി. ഡൗൺ ടൗണിൻ്റെ അടുത്ത് തന്നെയുള്ള സിറ്റഡൽ കാണാനാണ് ആദ്യം പോയത്. ഏകദേശം 3500 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫോട്ടോ ആയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു കുന്നായിരുന്നു ഇത്. ഇതിൻ്റെ മുകളിൽ നിന്ന് സിറ്റിയുടെ ഫുൾ വ്യൂ നമുക്ക് കാണാം. പിന്നെ 2000 വർഷങ്ങൾക്ക് ശേഷം റോമൻസ് വന്നപ്പോഴാണ് ഈ കാണുന്ന ആംഫി തിയേറ്ററും പുറകിലുള്ള ഹെർക്യുലീസിൻ്റെ ടെമ്പിളൊക്കെ പണിതത്. ആ ഹെർക്യുലീസിൻ്റെ ടെമ്പിളിൻ്റെ കുറച്ച് പില്ലേഴ്സ് ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ. എവിടെ ചെന്നാലും ഉള്ളതുപോലെ ഫിദാക്കും എമിക്കും അതിൻ്റെ മുമ്പൊന്നും സ്ലോ മോഷനിലൊരു ചാട്ടിന് വീഡിയോ എടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. അതും ചെയ്തു കൊടുത്തു. അതിനുശേഷം നമ്മൾ ഈ കോംപ്ലക്സ് മൊത്തം നടന്നു കണ്ടു. റോമൻസ് വന്നതിന് 1000 വർഷങ്ങൾക്ക് ശേഷം പിന്നെയും അറബ്സ് ഭരിച്ചപ്പോൾ ഇതൊരു പാലസും പിന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കോംപ്ലക്സ് ആയിട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ആ സമയത്തുണ്ടായ ഒരുപാട് ഓഫീസസും ഈ കാണുന്ന മോസ്കും ഇതൊക്കെ ആയിരുന്നു പിന്നെ അട്രാക്ഷൻസ്. ആർക്കിടെക്ചറൊന്നും അതിഭയങ്കര അല്ലെങ്കിൽ ഇതിൻ്റെ പഴമയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇതിനുശേഷം നമ്മൾ പോയത് അമ്മനിൽ തന്നെയുള്ള വേറൊരു സ്പോട്ടിലോട്ടാണ്. അവിടെ കേവ് ഓഫ് 7 സ്ലീപ്പേഴ്സ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇത് നമ്മുടെ ഖുറാനിലൊക്കെ പരാമർശിച്ചിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്താണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടെയും കൂടി ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ഏകദേശം 400-ാം സെഞ്ച്വറിയിൽ ഒരു ഗ്രൂപ്പ് ഓഫ് 7 ആൾക്കാരും ഒരു പട്ടിയും കൂടെ കൂടി ഒരു കേവിൻ്റെ ഉള്ളിൽ റെഫ്യൂജിന് വന്ന് ഉറങ്ങിപ്പോയി. അവർ പോലും അറിയാതെ സമയം ഒരുപാട് കടന്നുപോയി. അതാണ് ഈ സ്റ്റോറിയുടെ ഒരു ഐതിഹ്യം. പിന്നീട് ഈ ആൾക്കാരൊക്കെ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരെ അടക്കിയതും ഈ കേവിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു. ഈ കേവിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ പല ആർട്ടിഫാക്ട്സും അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ ചെറുപ്പത്തിൽ കേട്ട് പഠിച്ച കഥകളൊക്കെ നടന്ന സ്ഥലം ശരിക്കും കാണുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് അമ്മൻ സിറ്റിയിലോട്ട് എത്തി. ഫിദ ഒരു ഷോപ്പിംഗ് സ്പ്രീയിലോട്ട് അങ്ങോട്ട് പോയി. ഒരുപാട് കടകളും നല്ല തിരക്കൊക്കെ ഉള്ള അമ്മൻ ഡൗൺ ടൗണിലൂടെ രാത്രി വെറുതെ നടക്കാൻ തന്നെ നല്ല രസമാണ്. ഡിന്നറൊക്കെ കഴിച്ച് ഹോട്ടലിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ അതിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു അത്തർ കടയിൽ നിന്ന് കുറച്ച് അത്തറുകളൊക്കെ വാങ്ങി ഞങ്ങൾ അന്നത്തെ രാത്രി ഉറങ്ങാൻ പോയി.